ഹായ് അസ്സാം വലൈക്കും. ഞാനിന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുടെ ഒരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വെറും 1 ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വാട്ടർ, നമുക്ക് എത്രത്തോളം നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം എടുക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് റവ ആഡ് ചെയ്യാം. അതിലേക്ക് റവ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെള്ളം പോലെ ആവരുത്. വെള്ളം പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റവ ആഡ് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പാനിൽ നിന്ന് വിട്ട് വരണം, അത്രേ ഉള്ളൂ. അല്ല, ഉപ്പുമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് വരേണ്ടത്. ഉപ്പുമാവിൻ്റെ അത്രയൊന്നും വേവണം എന്നൊന്നുമില്ല റവ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇട്ട് ഇളക്കി പാനിൽ നിന്ന് വിട്ട് വരാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വേണ്ടി വെക്കാം. അത് ജസ്റ്റ് ഒന്ന് കൂളായി വന്നു കഴിഞ്ഞാണെങ്കിൽ നമുക്കത് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബൗളാക്കിയിട്ട് ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. എത്രത്തോളം ചെറിയ ബോളാക്കാൻ പറ്റുന്നോ അത്രത്തോളം അത് ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. അപ്പോൾ എത്ര പേർക്കാന്ന് വെച്ചാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബോൾ ആക്കിയെടുക്കുക. അതെന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള റവ എടുക്കുക. അതിപ്പോൾ ഞാനൊരു 2 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആക്കിയെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെയും സബ്സ്ക്രൈബും സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്കും എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെ ഇത് നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ എന്താണെന്ന് വെച്ചാണെങ്കിൽ എടുത്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ, ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കളർ വരുന്ന വരെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഓയിലൊക്കെ ഒന്ന് വറ്റി നമുക്ക് ജസ്റ്റ് അതൊന്ന് കോരി മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് മാത്രം എടുത്താൽ മതി, കൂടി പോകരുത്. അപ്പോൾ അതിന് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് കഴിഞ്ഞാണെങ്കിൽ നമ്മളെ റവ ബോൾ റെഡി.